നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പൂങ്ങോട്ടുകുളത്തെ ഓട്ടോ സ്റ്റാൻഡ് പിറകിലേക്ക് മാറ്റാൻ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിൽ തീരുമാനം. വെളിയങ്കോട് പഴയകടവിൽ വാഹനാപകടം, വിദ്യാർത്ഥികളടക്കം 3 പേർക്ക് പരിക്ക്. വെട്ടം AMVP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനോദ്ഘാടനം നടന്നു. ലഹരിയെ തുരത്താം, ജീവിതം തിരുത്താം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഫുട്ബോൾ ഷൂട്ടൌട്ട് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സാനിറ്ററി മാലിന്യങ്ങൾ ഇനി പേടിക്കേണ്ട, പദ്ധതിക്ക് തിരൂരിൽ തുടക്കമായി. താന്നൂർ ഓലപ്പീടികയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. വിശദമായ വാർത്തകൾ. പൂങ്ങോട്ടുകുളത്തെ ഓട്ടോ സ്റ്റാൻഡ് പിറകിലേക്ക് മാറ്റാൻ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിൽ തീരുമാനം. ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്താണ് തീരുമാനമെടുത്തതെന്നും അത് നടപ്പിലാക്കുമെന്നും തിരൂർ DSP C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. പയ്യനങ്ങാടി റോഡിലെ ആലിൻചുവട് ഭാഗത്തെ ഹമ്പ് ഒഴിവാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിൽ തീരുമാനം. പ്രദേശവാസികളുമായി ആലോചിച്ചാവും തീരുമാനമെടുക്കുകയെന്ന് ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആലിൻചുവട് ആ ഭാഗത്തുള്ള ഹമ്പുകളായിരുന്നു ഒരുപാട് പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. തൽക്കാലം ഹമ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള ആളുകളോട് കൂടി കൂടിയാലോചന നടത്താൻ വേണ്ടി നമ്മളുടെ ട്രാഫിക് SIനെയും അതേപോലെ ജോയിന്റ് RTOനെയും ചുമതലപ്പെടുത്തി തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഒരു പ്രദേശത്തെ ഒരു സാഹചര്യം കൂടി പരിശോധിച്ചിട്ട് അത് മാറ്റാനാണ് ഇപ്പോൾ തൽക്കാലം തീരുമാനം. മാറ്റുന്നതോടനുബന്ധിച്ച് അവിടെ അപായ ബോർഡുകൾ വെക്കുകയും അപകട സാധ്യത ഉണ്ട് എന്നുള്ള ബോർഡുകൾ സ്ഥാപിക്കാനും പിന്നെ പുതിയതായിട്ടുള്ള ടെക്നോളജികൾ അത് അവിടെ ആളുകളുമായി സംസാരിച്ചിട്ട് അത് തീരുമാനം എടുത്തിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും നമ്മളുടെ ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കാരണം എല്ലാവർക്കും അറിയുന്നതാണ് റോഡ് വീതിയില്ലാതെയും അനധികൃതമായിട്ട് പാർക്കിങ്. നമ്മളുടെ ബസ് സ്റ്റാൻഡിലും അതേപോലെ ഫോറിൻ മാർക്കറ്റ് ആ ഭാഗങ്ങളിലൊക്കെ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് കാരണം വളരെയധികം പ്രയാസമുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ രാവിലെ പോകുന്ന ആളുകൾ വൈകുന്നേരം വരെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് പോകുന്നു. അപ്പുറത്ത് റെയിൽവേന്റെ പാർക്കിംഗ് ഉണ്ടായിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താതെ അനധികൃത പാർക്കിംഗ് വലിയൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്. ശക്തമായ നടപടി സ്വീകരിക്കാനും അതിന് ഫൈൻ ഈടാക്കാനുമുള്ള തീരുമാനം ചുമതലപ്പെടുത്തി നമ്മളുടെ ട്രാഫിക് SIനെ ചുമതലപ്പെടുത്തി തീരുമാനം എടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ തെരുവ് കച്ചവടം, വർദ്ധിച്ചു വരുന്ന തെരുവ് കച്ചവടം ഒരു പ്രയാസമാണ്. അവരെ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗവും അതേപോലെ ട്രാഫിക് വിഭാഗവും കൂടെ ചേർന്ന് അവരെ അവിടുന്ന് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലുള്ള ഒരു വിഷയമാണ് നഗരസഭയിലെ റോഡുകളുടെ PWD റോഡുകളിലെ വലിയ വലിയ കുഴികൾ DYSP ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല ഒട്ടനവധി പരാതികൾ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അടിയന്തിരമായി തന്നെ ഒരു വെയിലുള്ള സമയം നോക്കിയിട്ട് മെയിൻ റോഡുകളിലെ വലിയ കുഴികൾ അടയ്ക്കുന്നതിനുള്ള നമ്മളുടെ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് പാലം ഇറങ്ങി വരുന്നിടത്തൊക്കെ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അടിയന്തിരമായി അത്തരത്തിലുള്ള കുഴികളൊക്കെ അടയ്ക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ട് ഉപയോഗിക്കാതെ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഗൾഫ് മാർക്കറ്റ് പരിസരത്തും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെതിരെ കർശന നടപടിയെടുക്കാൻ ട്രാഫിക് SIയെ ചുമതലപ്പെടുത്തി. പൂങ്ങോട്ടുകുളത്തെ ഓട്ടോ സ്റ്റാൻഡ് പിറകിലേക്ക് മാറ്റാനും തീരുമാനമായി. ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്താണ് തീരുമാനമെടുത്തതെന്നും അത് നടപ്പിലാക്കുമെന്നും തിരൂർ DSP C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. തിരൂർ ടൗണ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൗണാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് പാർക്കിങ്ങും അതുപോലെ തന്നെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പൂങ്ങോട്ടുകുളം ഭാഗത്ത് ഇപ്പോൾ കുറച്ചുകൂടി ട്രാഫിക് കൺജഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ബെൽമൗത്തിൽ തന്നെ കൊണ്ടുവന്ന് ഒരു 4-5 ഓട്ടോറിക്ഷകൾ അവിടെ പാർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് ആ ഓട്ടോറിക്ഷ അവിടുന്ന് നോ പാർക്കിംഗ് വെച്ച് അവരെ മാറ്റി കുറച്ച് പിറകിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ട്രാഫിക് അഡ്വൈസറി റെഗുലേറ്ററി കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകും. തിരൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും ട്രാഫിക് വിഭാഗവും ചേർന്ന് അനധികൃത തെരുവ് കച്ചവടം ഒഴിപ്പിക്കാനും തിരൂർ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ എത്രയും വേഗം അടയ്ക്കാനും തീരുമാനമായി. തിരൂർ നഗരസഭാ ഓഫീസിൽ ചേർന്ന മീറ്റിംഗിൽ നഗരസഭാ അധ്യക്ഷ AP നസീമ അധ്യക്ഷത വഹിച്ചു. തിരൂർ DSP C പ്രേമാനന്ദകൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് കുമാർ, തിരൂർ CI KJ ജിനേഷ്, ട്രാഫിക് SI രാജേഷ്, ജോയിന്റ് RTO സജു ബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ വെളിയങ്കോട് തവളക്കുളം പഴയക്കടവിന് സമീപം പൊന്നാനി തെയ്യങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ കാറിടിച്ച അപകടം. അപകടത്തിൽപ്പെട്ട കാറ് മറ്റൊരു സ്കൂൾ ബസ്സിന് പിറകിലിടിച്ചാണ് നിന്നത്. സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 4 പേർ ആശുപത്രിയിൽ. ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ പരിക്ക് പറ്റിയ ഓട്ടോ ഡ്രൈവർ പൊന്നാനി പള്ളിപ്പടി സ്വദേശി സവാദ്, ഓട്ടോയിലെ യാത്രക്കാരും തെയ്യങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥികളുമായ നിർജൽ, അശ്വ എന്നിവരെ പൊന്നാനി ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് വെളിയങ്കോട് മെഡിസിറ്റി ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി അശ്വയെ ആലത്തിയൂർ ഇമ്പിച്ചിബാവ ആശുപത്രിയിലും മറ്റു 2 പേരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെട്ടന്യൂസ് പൊന്നാനി. വെട്ടം AMEP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനോദ്ഘാടനം നടന്നു. യുവ കവയിത്രി VP രേഖാമുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കുട്ടികളുടെ കവിത ആവിഷ്കാരവും അരങ്ങേറി. PTA പ്രസിഡന്റ് U അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുവ കവയിത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ VP രേഖ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോൾഡ് സീനിയർ അധ്യാപകനായ R പ്രകാശ്, സജീവൻ, PB ഷീജ, വാഴക്കാട്ട് മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. VT സരിത സ്വാഗതവും KU ഷീന നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കവിതാവിഷ്കരണങ്ങളും അരങ്ങേറി. വിദ്യാരംഗം കൺവീനർ KV ബാബുരാജ്, SRG കൺവീനർ M അഷ്വാഖ്, CB ആതിര, MN ഉമ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. ലഹരിയെ തുരത്താം, ജീവിതം തിരുത്താമെന്ന മുദ്രാവാക്യമുയർത്തി അന്നശ്ശേരി നാട്ടുകൂട്ടായ്മ ഫുട്ബോൾ ഷൂട്ടൌട്ട് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അന്നശ്ശേരി അങ്ങാടിയിൽ നടന്ന ടൂർണമെന്റിൽ TK അലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മഴയെ പോലും വകവെക്കാതെ നിരവധി പേരാണ് ടൂർണമെന്റ് കാണാൻ എത്തിയത്. ഫുട്ബോൾ ടൂർണമെന്റിൽ ചെങ്ങാതിക്കൂട്ടം പയ്യേപ്പാടം ചാമ്പ്യന്മാരായപ്പോൾ യങ്സ്റ്റാഴ്സ് അന്നശ്ശേരി റണ്ണേഴ്സപ്പായി. സാമൂഹ്യ വിരുദ്ധർ ഇരുട്ടിന്റെ മറവിലുള്ള കള്ളുകച്ചവടം നടത്തുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ അന്നശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. പിന്നീട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നാടിന്റെ നന്മ ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ബിജു പാറോൾ നടത്തിയ ലഹരി വിരുദ്ധ ക്ലാസും ശ്രദ്ധേയമായി. കള്ള്, കഞ്ചാവ് വാങ്ങുന്നതും വിൽക്കുന്നതും നാട്ടിൽ പ്രവാസി കൂട്ടായ്മയുടെ ശ്രദ്ധയിലേക്ക് ഉണർന്നതോടെ നാട്ടിലെ മുഴുവൻ ഭാഗത്തും CCTV വെക്കുന്ന പരിപാടിക്ക് തുടക്കമായി. ആദ്യ ക്യാമറകൾ ഉൾപ്പെടെ 10-നടുത്ത് ക്യാമറ തന്നെ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇനിയും ലഹരി വിരുദ്ധ പരിപാടികളിലൂടെ നാടിന്റെ മുഖച്ഛായ മാറ്റാനാണ് കൂട്ടായ്മ ശ്രമിക്കുന്നത്. വെട്ടന്യൂസ് ആലത്തിയൂർ. തിരൂർ നഗരസഭയും സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ആക്രി എന്ന ഏജൻസിയുമായി ചേർന്ന് നഗരസഭയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ഓഫീസ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. സാനിറ്ററി നാപ്കിൻ, ഡയപ്പർ, ഗ്ലൗസ്, യൂറിൻ ബാഗുകൾ, ഡ്രഗ്സിംഗ് കോട്ടണുകൾ, കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നീ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. വീടുകളിൽ നിന്നും ആക്രിയുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഏജൻസി വീടുകളിലെത്തി മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന KIAL എന്ന ഏജൻസിക്ക് കൈമാറും. നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഫ്ലാഗ് ഓഫ് ചെയ്തു. തിരൂർ നഗരസഭയിലെ പൊതുജനങ്ങളിൽ നിന്ന് നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു വലിയൊരു കാര്യമാണ് സാനിറ്ററി നാപ്കിൻസ്. പിന്നെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം നഗരസഭയിൽ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രയാസമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആക്രി എന്ന് പറയുന്ന ഒരു ടീംസ് ഇത് സാനിറ്ററി നാപ്കിനുകൾ, പിന്നെ അതേപോലെ ബയോവേസ്റ്റ് ഒക്കെ എടുക്കില്ലേ, ബയോവേസ്റ്റുകളൊക്കെ എടുക്കുന്ന ഒരു ടീം നമ്മൾ നഗരസഭയുമായി ടൈപ്പ് ചെയ്ത് അവര് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ആ രീതിയിൽ നഗരസഭയുമായി സഹകരിച്ച് തന്നെ നഗരസഭയിലെ മുഴുവൻ വേസ്റ്റുകൾ എടുക്കാൻ തയ്യാറായിട്ട് ഈ ഒരു ടീം വന്നിരിക്കുകയാണ്. നാം ഓരോരുത്തരും ജനറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ളത് നമ്മുടെയൊക്കെ കടമ തന്നെയാണ്. തിരൂർ നഗരസഭ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്ത് നടത്തി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബയോ ബിന്നുകളും റിംഗ് കമ്പോസ്റ്റുകളും നൽകി കഴിഞ്ഞു. അതുപോലെ പൊതുനിരത്തുകളിൽ ടിൻ ബിന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. കൂടാതെ തന്നെ ഹരിത കർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ബഹുമാനിയായ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ഡയപ്പർ, സാനിറ്ററി വേസ്റ്റ് തുടങ്ങിയ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈയൊഴുകുക എന്നുള്ളത്. ഇതിനൊരു സംവിധാനം ഇല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്താണ് നമ്മുടെ ആക്രി പ്രൈവറ്റ് ലിമിറ്റ്
ലിമിറ്റഡ് കമ്പനി, ആക്രി ഇമ്പാക്ട് എന്നുള്ളൊരു കമ്പനി നമ്മളുമായി ജോയിൻ ചെയ്തുകൊണ്ട് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മളുമായി ജോയിൻ ചെയ്തിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്രി എന്ന് പറഞ്ഞ ആപ്പാണ്. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ ജസ്റ്റ് നമ്മൾ ആക്രി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും, ഒരു ആംബ്ലം വരും, ഒരു ബ്ലൂ കളർ, ഗ്രീൻ കളർ, ഒരു ഡ്രോപ്പ് താഴേക്ക് വരുന്ന പോലത്തെ ഒരു ആംബിളാണ്. അതിൽ സാനിറ്ററി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ വരും. ആ ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാലിന്യത്തിൻ്റെ ഇത് കാണാം, ഏതൊക്കെയാ സാനിറ്ററി മാലിന്യങ്ങളുടെ 1 by 1 ആയിട്ട് ഡയപ്പറും എല്ലാം ഏതൊക്കെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. വേറെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പെർ 50 rupees per kg ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. വീടുകളിലുണ്ടാവുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കത്തിക്കുകയോ കുഴിച്ചുമൂടുകയോ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുകയോ ചെയ്യാതെ കൃത്യമായി ആക്രി എന്ന ഏജൻസിക്ക് കൈമാറണമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജന അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ, നഗരസഭാ സെക്രട്ടറി TN സിനി, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലീൻ സിറ്റി മാനേജർ E ബാബു സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. താനൂർ ഓലപ്പേടിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. തിരൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓമിനി വാനും പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്ക് പറ്റിയവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താനൂർ ഓലപ്പീടികയിൽ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് നടന്ന അപകടത്തിൽ തിരൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒമിനി വാനും പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് തിരൂരിലേക്ക് പോകുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വാനിന്റെ മുൻഭാഗം തകർന്നു. ഒമിനി വാനിൽ സഞ്ചരിച്ച പരിക്ക് പറ്റിയ ഫാമിലിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടന്യൂസ് താനൂർ. ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.